തറാവീഹ് നമസ്കരിച്ച അതേ ആളുകൾക്ക് ഖിയാമുൽ ലൈലിൽ പങ്കെടുക്കാൻ പറ്റുമോ? 11 റക്അത്തിൽ കൂടുകയില്ലേ? എന്താണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന മുആദുൻ യുസല്ലി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബിയുടെ കൂടെ നമസ്കരിക്കുമായിരുന്നു ഇശാ നമസ്കാരം 4 റക്അത്ത്. സുമ്മ യഅതി ഖൗമഹു ഫയുസല്ലി ബിഹിം. പിന്നീട് തൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള പള്ളിയിൽ വരും, എന്നിട്ട് അവർക്ക് വേണ്ടി അദ്ദേഹം ഇശാ നമസ്കരിക്കും. അപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇശാ നമസ്കാരം 8 നമസ്കരിച്ചു എന്ന് നമ്മൾ പറയുമോ പ്രിയപ്പെട്ടവരെ? ഒരിക്കലും പറയില്ല. കാരണം നബിയുടെ കൂടെ 4 നമസ്കരിച്ച മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പിന്നെ തൻ്റെ നാട്ടിൽ വന്നിട്ട് അവിടുത്തെ പള്ളിയിൽ വീണ്ടും ഇശാ നമസ്കരിച്ചാൽ 4 4 8 എന്നാരും പറയില്ല. അപ്പോഴും ഇശാ 4 തന്നെയാണ്. പിന്നെ അദ്ദേഹം എന്താണ് ചെയ്തത്? അവിടെയുള്ള ആളുകൾക്ക് ഇമാമായി നിന്നു കൊടുത്തുകൊണ്ട് അവരെ സഹായിച്ചു. തആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിലും തഖ്വയിലും നിങ്ങൾ സഹായിക്കൂ. നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കില്ല, ഒരു വ്യക്തി ഒറ്റയ്ക്ക് നമസ്കരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ലേ, ഈ വ്യക്തിക്ക് സദഖ നൽകാൻ ആരുണ്ട്? അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് കൂടിക്കൊടുക്കാൻ. ജമാഅത്തിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സഹായങ്ങൾ ഇബാദത്തിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചതാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പ്രവൃത്തി അല്ലാഹുവിൻ്റെ റസൂൽ അംഗീകരിച്ചതാണ്. അപ്പോൾ അദ്ദേഹം ഇശാ നമസ്കാരം 2 വട്ടം നിർവഹിച്ചതിൽ ഒന്ന് അദ്ദേഹത്തിന് നഫ്ലായി സുന്നത്തായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്, അല്ലാതെ അതിനെ 4 4 8 പരിഗണിക്കുകയില്ല. അപ്പോൾ ഫർളിൻ്റെ കാര്യം അങ്ങനെയാണെങ്കിൽ പിന്നെ സുന്നത്തിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് എന്ത് പറയാനാണ്? എന്നാൽ ഒരു കാര്യം മാത്രമേ അവർ അവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ഇമാമാണെങ്കിലും മൗമൂമിങ്ങളാണെങ്കിലും. എന്താണത്? 2 തവണ വിത്റാക്കരുത്, അത്രമാത്രം. എന്താണ് അതിന് തെളിവ്? വളരെ കൃത്യമായ തെളിവ് ഞാനിതാ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുകയാണ്. ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം ത്വൽഖ് ബിൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. ത്വൽഖ് ബിൻ അലി റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ത്വൽഖ് ബിൻ അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്, അദ്ദേഹം വ അംസ ഇൻദനാ വ അഫ്തറ സുമ്മ ഖാമ ബിനാ തിൽക്കൽ ലൈല വ ഔതറ ബിനാ. ത്വൽഖ് ബിൻ അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഞങ്ങളുടെ കൂടെ നിന്നു, നോമ്പ് തുറന്നു. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി രാത്രി നമസ്കരിച്ചു. വിത്ർ അടക്കം ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇമാമായി നിന്ന് തറാവീഹ് നമസ്കരിച്ചു. ശരിക്കും ശ്രദ്ധിക്കുക, തറാവീഹും നമസ്കരിച്ചു, വിത്റാക്കുകയും ചെയ്തു. ثم انحدر إلى مسجده فصلى بأصحابه حتى إذا بقي الوتر قدم رجلا فقال أوتر بأصحابك فإني سمعت رسول الله صلى الله عليه وسلم يقول لا وتران في ليلة. ത്വൽഖ് ബിൻ അലി റളിയല്ലാഹു അൻഹു വിത്റടക്കം നമസ്കരിച്ച സ്വഹാബിയാണ്. അദ്ദേഹം പക്ഷേ തൻ്റെ വീട്ടിൻ്റെ അടുക്കലുള്ള പള്ളിയിൽ പോയി അവിടെയുള്ള ആളുകളെയും കൊണ്ട് അദ്ദേഹം വീണ്ടും ഇമാമായി നമസ്കരിക്കുകയാണ്. എന്നാൽ വിത്റിൻ്റെ സമയമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റൊരാളോട് മുന്നോട്ട് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, താങ്കൾ വിത്ർ നമസ്കരിക്കുക. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലാ വിത്റാനി ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ 2 വിത്ർ പാടില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി വിത്റാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വിത്ർ നമസ്കരിക്കാൻ പറ്റൂല. പക്ഷേ ഖിയാമുൽ ലൈൽ ഇനിയും നമസ്കരിക്കാൻ പറ്റൂല എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഒരു ഇമാമിന് ആ നമസ്കാരം വീണ്ടും ജനങ്ങൾക്ക് വേണ്ടി നമസ്കരിച്ച് അവരെ സഹായിക്കാം.